കോൺഗ്രസ് നേതാവായിരുന്ന മാമൂലയിൽ സേതുക്കുട്ടൻ അനുസ്മരണം പന്മനയിൽ നടത്തി. വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു അനുസ്മരണം. പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്ക് അനുമോദനവും നൽകി. കോൺഗ്രസ് പന്മന വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കോൺഗ്രസ് നേതാവായിരുന്ന മാമൂലയിൽ സേതുക്കുട്ടൻ അനുസ്മരണവും മെറിറ്റ് അവാർഡ് വിതരണവും സംഘടിപ്പിച്ചത്. വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇടവട്ടയിൽ ജംഗ്ഷനിലായിരുന്നു അനുസ്മരണം സംഘടിപ്പിച്ചത്. രാവിലെ മാമൂലയിൽ വസതിയിൽ പുഷ്പാർച്ചന നടന്നു. വൈകിട്ട് നടത്തിയ അനുസ്മരണ സമ്മേളനം DCC പ്രസിഡന്റ് P. രാജേന്ദ്രപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. സദസ്സിലെ പ്രിയമുള്ളവരെ, സഹോദരിമാരെ, അമ്മമാരെ, സുഹൃത്തുക്കളെ, ഒരു അനുസ്മരണ സമ്മേളനത്തിൽ ഇത്രയധികം സ്ത്രീകൾ പങ്കെടുക്കുന്നത് ഞാൻ ആദ്യമായി കാണുകയാണ്. എന്നെ വല്ലാതെ അത് അതിശയിക്കുകയും നിങ്ങളുടെ മനസ്സുകളിൽ സേതുക്കുട്ടൻ ഉണ്ടായിരുന്ന ഒരു സ്ഥാനം, എൻ്റെ പ്രതിഫലനമാണ് ഈ സമ്മേളനം. വളരെ അപൂർവം ആളുകൾക്ക് അങ്ങനെ ആകാൻ കഴിയുള്ളൂ. അവരുടെ സ്നേഹം പിടിച്ചു പറ്റാനുള്ള ഒരു കഴിവ്. ഹരിരാജ് സ്വാഗതം പറഞ്ഞു. ജയൻ ഇടവട്ടയിൽ അധ്യക്ഷത വഹിച്ചു. RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ മെറിറ്റ് അവാർഡുകൾ വിതരണം ചെയ്തു. DCC ജനറൽ സെക്രട്ടറി കോലത്ത് വേണുഗോപാൽ മുഖ്യപ്രഭാഷണം നടത്തി. ചേലക്കാട്ട് ജയകുമാർ, സന്തോഷ് തുപ്പാശ്ശേരി, അഡ്വക്കേറ്റ് E. യൂസഫ് കുഞ്ഞ, കോഞ്ചേരിൽ ശംസുദ്ദീൻ, അൻവർ കാട്ടിൽ, അഡ്വക്കേറ്റ് CP സുധീഷ് കുമാർ, പ്രസന്നൻ ഉണ്ണിത്താൻ, രമ്യ സുനിത്ത, പന്മന G. വേലായുധൻകുട്ടി, ശാലിനി S, ശ്രീജിത്ത്, സുഹൈൽ നെറ്റിയാട്, ചന്ദ്രബാബു, ഇടപ്പള്ളിക്കോട്ട രാജേഷ്, കൃഷ്ണദാസ്, മനോജ് തുടങ്ങിയവർ പങ്കെടുത്തു. SLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കാണ് മാമൂലയിൽ സേതുക്കുട്ടൻ മെറിറ്റ് അവാർഡുകൾ വിതരണം ചെയ്തത്. ഏറ്റവും ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ജീവിത പന്ഥാവിൽ കൂടി കടന്നുപോയിട്ടുള്ളത്. RSP 2014 ഐക്യ ജനാധിപത്യ മുന്നണി സംവിധാനത്തിന്റെ ഭാഗമാകുന്നത്. അതിനു മുമ്പ് RSP അദ്ദേഹത്തിന്റെ യുക്തി, അദ്ദേഹത്തിന്റെ ബന്ധം, ജനങ്ങളുമായുള്ള ഇടപെടൽ, അതൊക്കെയായിരുന്നു ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഈ വാർഡിൽ വിജയം കൈക്കൊള്ളാൻ ആവശ്യമായ നിലപാടായി മാറി. ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ, ഒരു ജനപ്രതിനിധിയുടെ ഏറ്റവും ആത്യന്തികമായ ജനങ്ങളോടുള്ള ബന്ധമാണ് വെളിവാക്കുന്നത്. ഈ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ടവർ, സേതുവിനെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന്റെ ജീവിത കാര്യങ്ങളെ എല്ലാവരും വ്യക്തമായി തന്നെ പ്രതിപാദിച്ചു കഴിഞ്ഞു. ഒരാൾ എത്ര കാലം ജീവിച്ചിരുന്നു എന്നതല്ല, ജീവിച്ചിരുന്ന കാലം എങ്ങനെയായിരുന്നു എന്നതാണ് അദ്ദേഹത്തിന്റെ ഈ അനുസ്മരണ സമ്മേളനത്തെ ഇന്ന് ഈ വലിയ ജനാവലിയുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമാകുന്നത്. നമ്മൾ ഓരോരുത്തരും എല്ലാവരും എക്കാലവും അനുസ്മരിക്കപ്പെടുമെന്നുള്ളത് കൊണ്ടാണ് ഒരു വർഷം പൂർത്തിയാകുന്ന ഈ അവസരത്തിലും സേതുക്കുട്ടൻ എന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സേതുവിനെ ഓർക്കാൻ ഒരു നാടൊന്നാകെ ഒത്തുകൂടിയിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, ചവറ.